നമ്മളിപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു, വീടിൻ്റെ നമ്മൾ ടേൺ ഗേറ്റ് അല്ലേ? അപ്പോൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും, അത് ഏത് രീതിയിലൊക്കെ ആയിരിക്കും നമ്മളത് ചെയ്യുക? ടേൺകി സർവീസിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സിവിലാണെന്നുണ്ടെങ്കിൽ സിവിലിൻ്റെ നമ്മൾ സ്പേസ് പ്ലാനിങ്, അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ പിന്നീട് ഇൻറ്റീരിയറിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് റീഡു ചെയ്യേണ്ട ഒരു സ്റ്റേജ് വരാറുണ്ട്. അപ്പോൾ ഈ സ്പേസ് പ്ലാനിങ് നമുക്ക് ഫ്ലോർ പ്ലാനിങ് ചെയ്യുമ്പം തന്നെ നമ്മൾ ഇൻറ്റീരിയറിൻ്റെ പ്ലാനും കൂടെ കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ അതിൻ്റെ മുമ്പ് നമ്മൾ സംസാരിച്ച പോലെ യൂട്ടിലിറ്റി ഉണ്ട്, ഫങ്ഷണാലിറ്റി ഉണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ ഇതിൻ്റെ നാച്ചുറൽ ലൈറ്റിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. നാച്ചുറൽ ലൈറ്റ് പോലെ തന്നെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പോൾ റീഡിങ് ലൈറ്റായി, ബാത്റൂമിൽ വരുന്ന വാം ലൈറ്റ്, ന്യൂട്രൽ ലൈറ്റ്, ഇപ്പോൾ കുറച്ചുകൂടെ പ്രായമുള്ളവർക്കൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ എന്താണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് അവരുടെ ബഡ്ജറ്റ്, ഏത് ബഡ്ജറ്റിനുള്ളിൽ നിർത്തണം, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡിസൈൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡിസൈനിങ്ങിൽ തന്നെ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനനുസരിച്ചിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ഓരോ എലമെൻറ്റ്സും നമ്മളതിൻ്റെ കോസ്റ്റ് മനസ്സിലായി. ഒരു ഡിസൈനറിന് തന്നെ നമ്മൾ അവർക്ക് ഒരു പ്രാക്ടീസ് കൊടുക്കും. നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ മെറ്റീരിയലാണ് നമ്മളിതിൻ്റെ അകത്ത് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കോസ്റ്റോട് നമ്മൾ അവർക്ക് ഒരു കാൽക്കുലേഷൻ കൊടുക്കും. ഇത്ര ബഡ്ജറ്റിനുള്ളിൽ നിർത്തേണ്ടതാണ്. പിന്നെ ഒരു തീം ബേസിൽ പോകുന്ന ഡിസൈനുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു തീമിലേക്ക് വരുമ്പം അവർക്ക് കുറച്ചുകൂടെ അതിൻ്റെ ബഡ്ജറ്റ് കൂടും. ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊളോണിയലായി, അല്ലെങ്കിൽ എത്നിക് ഡിസൈനായി, ഇതൊക്കെ വരുമ്പോൾ വുഡാണ് കൂടുതൽ നമുക്ക് അതിനകത്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒരിക്കലും കൊണ്ട് ലാമിനേഷൻ റേഞ്ച് നമുക്ക് നിർത്താൻ പറ്റില്ല. ഇപ്പം മോഡേൺ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഏത് ബഡ്ജറ്റിലും നിർത്താം, ഏത് മെറ്റീരിയലും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണ്, ഇപ്പോൾ കോർ മെറ്റീരിയലും ഫിനിഷിംഗ് മെറ്റീരിയലും നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റ് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അതിൻ്റെ അകത്തും നമുക്ക് തീം കൊണ്ടുവരാനും പറ്റും.